തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുര സ്ഫോടനത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് 14 ലക്ഷം രൂപ നൽകാൻ സംസ്ഥാന സർക്കാർ ഇന്നലെ തീരുമാനിച്ചിരുന്നു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും 4 ലക്ഷം രൂപയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 10 ലക്ഷം രൂപയും ഉൾപ്പെടെ 14 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിക്കും. പരിക്കേറ്റവർക്ക് 6 മാസത്തേക്കുള്ള സർക്കാർ സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കും. അതിനാവശ്യമായ തുക ജില്ലാ കളക്ടറുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. അതിനു പുറമെ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും അനുവദനീയമായ തുക ചികിത്സാ ധനസഹായമായി നൽകും. ഇനി 6 മാസത്തിലധികമായി ചികിത്സ വേണ്ടിവന്നാൽ മെഡിക്കൽ ബോർഡിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ശുപാർശ ചെയ്യപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ ചെലവ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനുവദിക്കും. ഒരു ക്ഷേത്രത്തിൽ പ്രത്യേകിച്ച് ഒരു ആചാരത്തിന്റെ ഭാഗമല്ലാത്ത വെടിക്കെട്ട് നടത്താൻ 2 വിഭാഗങ്ങൾ മത്സരിച്ച് പടക്കങ്ങൾ ഉണ്ടാക്കിയതിന്റെ ബാക്കിപത്രമാണ് ഈ ദുരന്തവും ചികിത്സയും എല്ലാം. എന്നിട്ടും ഇത്തവണയും തൃശൂർ പൂരം ഭംഗിയായി നടത്തണമെന്നതാണ് ജനവികാരമെന്ന് പറയുകയാണ് പാറമേക്കാവ് ദേവസ്വം സെക്രട്ടറി ജി രാജേഷ്. പാറമേക്കാവ് ഭാഗം ഇന്നലെ യോഗം ചേർന്നതെന്നും ഒരാൾ പോലും പൂരം നടത്തേണ്ട എന്ന് പറഞ്ഞിട്ടില്ലെന്നും രാജേഷ് പറയുന്നു. ഭരണസമിതി യോഗത്തിലും ആഘോഷ കമ്മിറ്റി യോഗത്തിലും പൂരം നടത്തണം എന്നുള്ളതായിരുന്നു ആവശ്യം. സാമ്പിൾ വെടിക്കെട്ട് ഒഴിവാക്കാം, എന്നാൽ വെടിക്കെട്ട് നടത്തണം. 2006 വെടിക്കെട്ട് അപകടമുണ്ടായിട്ടും പൂരം നടന്നു. ഇപ്പോൾ എന്താണ് മറ്റൊരു നിലപാടെന്നും അത് പൂരത്തിനെ തകർക്കാനാണോ എന്ന സംശയം ഉണ്ടെന്നുമാണ് രാജേഷ് പറയുന്നത്. പാറമേക്കാവല്ല, ഇനി തിരുവമ്പാടി ആയാലും ഇതൊക്കെ തന്നെ പറയാനുണ്ടാകും. ആരൊക്കെ ചത്താലും വെടിക്കെട്ട് നടത്തണം. ലക്ഷങ്ങൾ മുടക്കി ആനകളെ കൊണ്ടുവരണം. ആന ഇടഞ്ഞോടി ആളുകൾ ചത്താലും സർക്കാർ നഷ്ടപരിഹാരം കൊടുക്കണം. യൂറോപ്പിലും ഗൾഫ് രാജ്യങ്ങളിലും ഓസ്ട്രേലിയയിലുമൊക്കെ ന്യൂ ഇയറിനും മറ്റ് ആഘോഷങ്ങൾക്കും ഗംഭീരമായ വെടിക്കെട്ട് നടത്താറുണ്ട്. ചെവി പൊട്ടിക്കുന്ന ശബ്ദമില്ല, പക്ഷെ കാണാൻ ഭംഗിയാണ്. ചെവിക്കല്ല് പൊളിക്കുന്ന വെടിക്കെട്ടുകളുടെ സ്ഥാനത്ത് അതിശയകരമായ വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന ഗംഭീരമായ ലേസർ ഷോ, ഡ്രോൺ ഷോ ഒക്കെ ഇപ്പോഴുണ്ട്. ഒരു അപകടവും ഉണ്ടാകില്ല. അതെല്ലാം ചെയ്യുന്നത് ആധുനിക ടെക്നോളജിയുടെ സഹായത്താലാണ്. ആരും അപകടത്തിൽ മരിക്കാറുമില്ല. അതിനായി ദുരിതാശ്വാസ ഫണ്ടും എടുക്കാറില്ല. ഇവിടെ എല്ലാ വർഷവും വെടിക്കെട്ട്, ആന എന്നിവ കാരണം ആളുകൾ മരിച്ചു വീണാലും ആഘോഷങ്ങൾക്ക് യാതൊരു കുറവുമില്ല, ഒരു നിയന്ത്രണവുമില്ല. ഈ അവസരത്തിൽ ആനപ്രേമികളും പൂരപ്രേമികളും ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇവിടെ റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു, ആളുകൾ മരിക്കുന്നു, അതുകൊണ്ട് വാഹനങ്ങൾ നിരോധിക്കുമോ എന്നത്. വിമാന അപകടങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് ഇനി ഫ്ലൈറ്റുകൾ വേണ്ട. ഫാക്ടറികളിൽ തീപിടുത്തങ്ങൾ ഉണ്ടാകുന്നു, അതുകൊണ്ട് എല്ലാം അടച്ചുപൂട്ടണം എന്നൊക്കെ. വെറും വിനോദത്തിനും കാഴ്ച സുഖത്തിനും വേണ്ടിയല്ല ഇവിടെ റോഡുകളും വാഹനങ്ങളും ഫാക്ടറികളും ഒക്കെ ഉള്ളത്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ചില കാര്യങ്ങളാണ് അതൊക്കെ. ഈ പറയുന്ന ആനയും വെടിക്കെട്ടുമൊക്കെ വെറും വിനോദമാണ്. മനുഷ്യജീവൻ ബലികഴിച്ചുള്ള ഒരു വിനോദവും ഇവിടെ ആവശ്യവുമില്ല. ഈ കരിയും കരിമരുന്നും ചിലരുടെ വയറ്റുപിഴപ്പിന്റെ ഭാഗം മാത്രമാണെന്ന് ബോധമുള്ളവർക്കെങ്കിലും മനസ്സിലാകും. അതൊക്കെ തുടരുന്ന കാലത്തോളം ഇത്തരം അപകടങ്ങളും ഉണ്ടാകും.